ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ലൊരു ഉരുളക്കിഴങ്ങിട്ട ചിക്കൻ കറിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പാല് പിഴിഞ്ഞ കറിയാണ്, നമ്മുടെ നാട് സ്റ്റൈലിൽ പാല് പിഴിഞ്ഞ കറിയാണ്. ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു മൺചട്ടി എടുത്ത് അതിലേക്ക് ഞാനൊരു 1.5 സവോള, ഒരു പീസ് ഇഞ്ചി നൈസായിട്ട് അരിഞ്ഞത്, ഒരു 4 പച്ചമുളക്, നല്ല എരിവുള്ള മുളകാണ്, കറിവേപ്പില, ഒരു 1.25 ടീസ്പൂൺ ഉപ്പ്, ഈ കറി മൺചട്ടി തന്നെ ഉണ്ടാക്കിയാലാണ് ടേസ്റ്റ് കൂടുതൽ, അതാണ് ചട്ടി എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് അതോടൊപ്പം തന്നെ നമ്മളൊരു 1.5 ടീസ്പൂൺ വിനാഗിരി, തക്കാളി അല്ല വിനാഗിരിയാണ് നമ്മൾ ഈ കറിക്ക് ചേർക്കണം. അതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് സവോള ഞരടി എടുക്കണം. തിരുമ്മി എടുത്തതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇതെല്ലാം കൂടെ നല്ലവണ്ണം നമ്മൾ തിരുമ്മിയെടുക്കണം. ഇതിലേക്ക് ഞാനൊരു 3/4 കിലോ ചിക്കനാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചെറിയ പീസായിട്ട് നുറുക്കിയെടുത്ത ചിക്കനാണ്. ഇതെല്ലാം കൂടെ തിരുമ്മി ഞാനവിടെ ഒരു അരമണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഉരുളക്കിഴങ്ങ്, 2 ഉരുളക്കിഴങ്ങ് വലുതാണ് എടുത്തേക്കണത്, അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ 2ാം പാലും ഉരുളക്കിഴങ്ങും ചിക്കനും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഈ ഉരുളക്കിഴങ്ങും ചിക്കനും ഒരുമിച്ചിട്ടാൽ മതി, കറക്റ്റ് 2 സെയിം വേവാണ് നമുക്ക് കിട്ടുന്നത്. ഞാനൊരു 5 ഗ്ലാസ് 2ാം പാലാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. മുങ്ങിക്കിടക്കത്തക്ക രീതിയിലുള്ള പാലുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് ഒന്ന് വേവിക്കാം. ഒരു 10 മിനിറ്റോളം വേവിച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തുറന്ന് എല്ലാം വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് തലപ്പാലാണ്. നല്ല കട്ടിയുള്ള തലപ്പാൽ 1 കപ്പ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ തലപ്പാൽ ഒഴിക്കുന്നത്. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്കൊരു 6-7 ചുവന്നുള്ളി നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇതെല്ലാം നല്ലോണം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് പതിവുള്ള പോലെ പാൽക്കറിയൊക്കെയല്ലേ, ഒരു 1/2 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയും കൂടി ചേർത്ത് കറിയിലേക്ക് ചേർക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ കറി ശരിയായിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. കള്ളപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ ഭയങ്കര രുചിയാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. കുറച്ച് സമയം ഇത് അടച്ച് വെച്ചിട്ട് വേണം ഉപയോഗിക്കാൻ.